ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് അമ്മയും ഞാനും ഏട്ടനും ശ്രേഷ്ഠയായിട്ട് എൻ്റെ ചേട്ടനെ വിളിക്കാൻ വേണ്ടി എയർപോർട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ചേട്ടൻ വരുന്ന കാര്യം ചേട്ടൻ്റെ വൈഫിനും ശ്രേഷ്ഠയ്ക്കോ വേറെ ആർക്കും അറിയില്ല. അച്ഛനും എനിക്കും ഏട്ടനും അമ്മയ്ക്കും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ചേട്ടൻ ആദ്യമായിട്ടാണ് ചേട്ടൻ്റെ മോളെ നേരിട്ട് കാണാൻ പോകുന്നത്. കുഞ്ഞ് ജനിച്ചിട്ട് ഇപ്പോൾ ഒരു 35 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞിൻ്റെ നൂലേട്ട് വരികയാണ് വെള്ളിയാഴ്ച. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേട്ടൻ വരുന്നതാണ്. അപ്പോൾ വിദ്യയ്ക്കും അറിയില്ല, അതായത് ചേട്ടൻ്റെ വൈഫിന് അറിയില്ല ചേട്ടൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ സർപ്രൈസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോവുകയാണ്. ശ്രേഷ്ഠയെ എയർപോർട്ട് കാണിക്കാനും പിന്നെ ചേട്ടൻ്റെ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോയി കാണിക്കാനും പോകുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ പോയി വാവയെ കാണാനും പോകുന്നെന്ന് പറഞ്ഞിട്ടാണ് ശ്രേഷ്ഠയെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നെന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ചേട്ടൻ്റെ വൈഫ് സർപ്രൈസ്ഡ് ആവുമോ, ശ്രേഷ്ഠ സർപ്രൈസ്ഡ് ആവുമോ എന്നൊന്നും അറിയില്ല. നോക്കാം. ശ്രേഷ്ഠ എവിടെ പോകുന്ന? ആരാധ്യ ബേബിയെ കാണാനോ? പിന്നീട് എവിടെ പോണം? വേറെ എന്താ കാണേണ്ടേ? എയർപോർട്ട് കാണണം ശ്രേഷ്ഠയ്ക്ക്. ഞങ്ങൾ എയർപോർട്ട് കാണാനും ആരാധ്യ ബേബിയെ കാണാനുമാണ് പോകുന്നത്. ആരാധ്യ ബേബി ആരാണ്? നമ്മുടെ സ്വന്തം വാവ. അപ്പോൾ നമ്മുടെ സ്വന്തം വാവയെ കാണാനും എയർപോർട്ട് കാണാനുമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല മഴ. ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇതിൻ്റെ പുറകുവശത്തായിട്ടാണ് ഡൊമസ്റ്റിക് എയർപോർട്ട് വരുന്നത്, നമ്മുടെ ശംഖുമുഖം ആ സൈഡിലായിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു എൻട്രൻസ് വഴി ഉള്ളിലോട്ട് കയറുകയാണ്. ഞാൻ കുഞ്ഞുനാൾ മുതൽ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് വന്നത് മോളെ കൺസീവ് ആയിട്ടിരിക്കുമ്പോൾ അച്ഛനെയും ചേട്ടനെയും വിളിക്കാനായിട്ടായിരുന്നു. അതിപ്പോൾ ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ എയർപോർട്ടിലോട്ട് വരുന്നത്. നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ ഫ്ലൈറ്റ് വരുന്നത് കാണാം. ഇപ്പോൾ ഇവിടെ മഴ നന്നായിട്ട് ചാറുന്നുണ്ട്. ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ. ശ്രേഷ്ഠ എവിടെ പോകുന്നു? ശ്രേഷ്ഠ കുടയൊക്കെ പിടിച്ച് എങ്ങോട്ടാണ്? എവിടെ പോകുന്നു? എയറോപ്ലെയിൻ. ശ്രേഷ്ഠ എയറോപ്ലെയിൻ കാണാനെന്ന് പറഞ്ഞതാണ് പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട്. എന്താണ് ശ്രേഷ്ഠ? അച്ഛനൊക്കെ ഇവിടെയാ വരുന്നത്. ശ്രേഷ്ഠ മോള് കുഞ്ഞു ബേബി ആയിരുന്നപ്പോൾ, അമ്മയുടെ വയറ്റിൽ കുഞ്ഞു ബേബി ആയിരുന്നപ്പോൾ അമ്മ അച്ഛനെ വിളിക്കാൻ ഇവിടെ വന്നു. ലാസ്റ്റ് ടൈമാ. ഇപ്പോൾ ഒരു 6 വർഷത്തിന് ശേഷം വീണ്ടും. ശ്രേഷ്ഠ ഒന്നും അറിയാതെ ഓടുകയാണ് എയറോപ്ലെയിൻ കാണാൻ. ഇപ്പോൾ ചേട്ടൻ വിളിച്ചായിരുന്നു. ചേട്ടൻ ചെക്കൗട്ടൊക്കെ ചെയ്ത് പുറത്തിറങ്ങി ലഗേജൊക്കെ എടുത്ത്. ഏത് നിമിഷവും ചേട്ടൻ പുറത്തോട്ട് വരും. ശ്രേഷ്ഠ ശ്രേഷ്ഠ എന്തിനാണ് വന്നത് ഇവിടെ? ശ്രേഷ്ഠ ഒരു പിടിച്ചൊരൊറ്റ വലി. ശ്രേഷ്ഠ താഴെ ഇറങ്ങടി, താഴെ ഇറങ്ങടി. സർപ്രൈസ്ഡ് ആയോ നീ?
സർപ്രൈസ്ഡ് ആയോ ശ്രേഷ്ഠ? അങ്കുവിന്റെ മോളെ ആദ്യമായിട്ട് നേരിട്ട് കാണാൻ പോകുന്നു. എക്സൈറ്റ്മെന്റ് ഉണ്ടോ? എന്താണ് ഇപ്പൊ ഞങ്ങൾ വിദ്യയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലോട്ട് പോകുന്നു. വണ്ടി തോടെ കിടക്കുന്നു. ചേട്ടൻ വണ്ടിയിൽ ഇരിക്കുകയാണ്. ചേട്ടൻ ഇറങ്ങിയില്ല, മാത്രം. ഇപ്പൊ വീട്ടിലോട്ട് പോകുന്നു. ചേട്ടൻ കുറച്ച് കഴിഞ്ഞിട്ട് വരും. ഇതാരാണ്? കണ്ണ് തുറന്നിരിക്കുന്നു കുഞ്ഞുമാമ. കുഞ്ഞുമാവേ, അച്ഛൻ വന്നാടി. പിന്നെ അച്ഛൻ വന്നാടി ചുണ്ടരി. അച്ഛൻ വന്നാടി. കുഞ്ഞാവേ, അച്ഛൻ വന്നടി. ഓരോരുത്തരായിട്ട് വരും. കുഞ്ഞോവേ, കുഞ്ഞുമാവയുടെ അച്ഛൻ കുഞ്ഞുമാവ ആദ്യം എടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടായിരുന്നു എടുത്തത്. വീഡിയോ ഒന്നും പ്ലേ ആയില്ല. ഇങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി തന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.